ഓക്കെ, അപ്പൊ നമ്മൾ കടലിലേക്ക് വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കളി മാറി. അപ്പൊ നമ്മൾ ചാലിയത്തിനും ബേപ്പൂരിനും ഇടയ്ക്കുള്ള സ്ഥലത്തൂടെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ കടലിലേക്ക് വന്നു കഴിഞ്ഞു. യഥാർത്ഥ കടലിൽ തന്നെ സ്പീഡ് കൂട്ടാൻ പറയണം. സ്പീഡ് കൂട്ടാം. സ്പീഡ് തന്നെയല്ലേ നമ്മൾ പോകുന്നത്. നമുക്ക് എന്തിനാ വേഗത ഭയം എന്നുള്ളതാണ്. ക്യാമറ ഇളകുന്ന ക്യാമറ ഇളവും, കുഴപ്പമില്ല. ഇളകിയാലും ഇളകാത്ത ക്യാമറമാരുണ്ട് നമുക്ക്. മതിയല്ലേ? എങ്ങനെ ഇത്ര മതിയോ സ്പീഡ്? എത്ര മതി? ക്യാമറമാൻമാർ മതി. കൊള്ളാം. അപ്പോൾ സുഖകരമായ അനുഭവം. നമ്മൾ ശരിക്കും പറഞ്ഞ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വളരെ സുരക്ഷിതമാണ്, എന്നാൽ അറ്റ് ദ സെയിം ടൈം ത്രില്ലിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു കുടുംബം അതെ വെക്കേഷന് വരുന്നു. അതെ, ഇപ്പൊ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഈ ഡിസംബർ മാസം എല്ലാവരും ഇങ്ങോട്ടാണ് വെക്കേഷന് വരുന്നത്, ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഉള്ളവർക്കൊന്നും പുറത്തു പോകാൻ പറ്റുന്നില്ല. ഒരു കുടുംബം എവിടെയുള്ളവരായിക്കൊള്ളട്ടെ വെക്കേഷന് വരുന്നു, ഒരു 10-15 ആള് യോട്ടർ യാത്ര ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, വർത്താനൊക്കെ പറഞ്ഞൊരു ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഞാൻ അതിലധികമോ ഒക്കെ ഒന്ന് കറങ്ങി ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല അതൊരു വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ട് വലിയ കാശൊക്കെ മുടക്കി അല്ലേ അങ്ങനെ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ വന്ന് ചെയ്തിട്ട് പോവാം. മോർണിംഗ് ഷോ നടത്തി ഇതൊരു ഡിഫറെന്റ് വെറൈറ്റി ആയില്ലേ. നമ്മൾ കൊല്ലത്ത് പോയിട്ടുണ്ട്, കോവളത്ത് പോയിട്ടുണ്ട്, അതേപോലെ കുറെ സ്ഥലങ്ങളിൽ യോട്ടിലാദ്യം ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ടോ. നമ്മൾ ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ വേറൊരു ഫീലാണ്, പക്ഷെ അതിനേക്കാൾ വേറൊരു ത്രില്ലിംഗ് ഫീലാണ് ഇത് കേട്ടോ. കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്.